മെന്റൽ പീസിനെ നിങ്ങൾക്ക് പ്രൊട്ടക്ട് ചെയ്യണം. എന്നാൽ ഈ 5 ആൾക്കാരുടെ അടുത്ത് നിങ്ങൾ മാറിക്കണം. ഫസ്റ്റ് വൺ, നമ്മളോട് എപ്പോഴും കളവ് പറയുന്ന ആൾക്കാർ. നമ്മുടെ ആബ്സെൻസിൽ അല്ലെങ്കിൽ നമ്മൾ ഇല്ലാത്ത സമയത്ത് നമ്മുടെ പിന്നിൽ നിന്ന് മറ്റുള്ളവരോട് നമ്മളെ കുറിച്ച് മോശമായി സംസാരിക്കുന്ന ആളുകൾ. രണ്ടാമത്തത്, നമ്മളോട് പ്രയോറിറ്റി കൊടുക്കാൻ പറയുകയും എന്നാൽ അതേ പ്രയോറിറ്റി തിരിച്ച് നമ്മൾക്ക് തരാൻ അവർക്ക് ടൈം ഉണ്ടാവില്ല. മൂന്നാമത്തത്, അവരുടെ അടുത്ത് എത്ര മിസ്റ്റേക്സ് വന്നാലും നമ്മളെ എത്രമാത്രം ഹേർട്ട് ചെയ്താലും ഒരിക്കൽ പോലും നമ്മളോട് അപ്പോളജൈസ് ചെയ്യാത്ത വ്യക്തികൾ. നാലാമത്തത്, നമ്മൾക്ക് ഹേർട്ടാവുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ ചില മിസ്റ്റേക്സുകളാണെങ്കിലും അല്ലെങ്കിൽ കൂടി അത് നമ്മളെ പറഞ്ഞ് വേദനിപ്പിക്കുകയും നമ്മൾ മറക്കാൻ ശ്രമിക്കുന്ന പലതും നമ്മളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്ന, എല്ലാത്തിലും നമ്മളെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്ന ചില വ്യക്തികൾ. അഞ്ചാമത്തത്, ആർഗ്യുമെന്റ് നേച്ചറുള്ള ആളുകൾ. അവരോട് നമ്മൾ ഏത് ടോപ്പിക്കിൽ സംസാരിക്കുകയാണെങ്കിലും അവരുടെ ഭാഗം മാത്രം ശരിയാണെന്ന് വെച്ച് അവർ നമ്മളോട് തർക്കിച്ചു കൊണ്ടിരിക്കും. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ഫീലിങ്സിനോ വാല്യൂവോ റെസ്പെക്റ്റോ നൽകാതെ അവരെ ഒരിക്കൽ പോലും കേൾക്കാൻ ശ്രമിക്കാതെ സ്വന്തം ഭാഗം മാത്രം ന്യായീകരിച്ചു കൊണ്ടിരിക്കുന്നവരായിരിക്കും ഇത്തരക്കാർ. ഞാൻ ഈ പറഞ്ഞ 5 ടൈപ്പ് ആളുകളുണ്ടല്ലോ, ഇത്തരം ആളുകളുടെ ബിഹേവിയർ അല്ലെങ്കിൽ വേർഡ്സ് അത് നമ്മൾ മനസ്സിലേക്ക് എടുക്കാതിരുന്നാൽ അവർ പറയുന്നതിനെ ഒരു ഡിസ്റ്റൻസ് വെച്ച് കേട്ടുവിടുന്ന രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഉറപ്പായും നമ്മുടെ മെന്റൽ പീസിനെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി പറ്റും.